ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ദൈവജനത്തിൻ്റെ നടുവിൽ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒത്തിരി വേർപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് നാം ജീവിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ വളരെ ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് കടന്നുപോയി എന്നുള്ളതിനാൽ ഏറെ വേദനപ്പെടുന്ന പല കുടുംബങ്ങളും ഉണ്ട്. അവരെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ളതായ വലിയ ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ട്. ഇവിടെ ഒരു വചനം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വമാണ് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത് എന്നിരിക്കലും ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയാനായിട്ടാണത് പറയുന്നത്. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. യെശയ്യാപ്രവചനത്തിൽ ആ വാക്യത്തോട് ചേർത്ത് ജനം പുല്ല് തന്നെ എന്നൊരു പ്രയോഗവും നമ്മൾ കാണുന്നുണ്ട്. ആ പുല്ലുണങ്ങുന്നത് പോലെയും പൂവാടുന്നത് പോലെയൊക്കെ വാടിപ്പോകുന്ന മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരത നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ദാസൻ ചേർത്ത് പറയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ചേർത്ത് ഓർപ്പിക്കട്ടെ, നമുക്കും ആയുസ്സ് എത്രയുണ്ടെന്നുള്ളതോ ഒന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ ദൈവം തന്നിട്ടുള്ള സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അതിൻ്റെ അനുഗ്രഹം നിത്യതയിൽ നിശ്ചയമായിട്ടും വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വേർപാടുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞ് വിനയപ്പെടാനും ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വചനത്തോട് അനുസരണം കാണിച്ച് ജീവിക്കുവാനും കഴിയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, കർത്താവ് വരുന്നവരെ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ മാത്രമേ ദൈവവചനം പ്രമാണിക്കാനായിട്ട് അവസരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് സമയത്തക്കത്തിൽ ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്താനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഭാഗ്യവാന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പാഠങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ച് വരുന്നത്. ഇന്ന് നമ്മളതിൻ്റെ 3-ാമത്തെ ഭാഗ്യവാനെക്കുറിച്ചുള്ളതായ പാഠമാണ് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ പ്രയോഗം മറ്റ് സമാനമായ പ്രയോഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി നമുക്കടുത്ത പരിചയമുള്ള പ്രയോഗമാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗ്യവർണ്ണന നമ്മുടെ കർത്താവ് തുടരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ, എല്ലാം പ്രധാനപ്പെട്ടതാണ്, പ്രായോഗികമായ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഈ സത്യം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ, ഈ പ്രസ്താവന പറയുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ കർത്താവ് ലോക ചരിത്രത്തിൽ പല കാര്യങ്ങളിൽ വ്യത്യസ്തനാണ്, ഈ വിഷയത്തിലും വ്യത്യസ്തനാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ആ വ്യത്യസ്തത നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് 29-ാമത്തെ വാക്യത്തിൽ
ഈ സൽഗുണം അവകാശപ്പെടുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന അതുകൊണ്ട് വായിക്കണമെന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ ഇവിടെ നമ്മുടെ കർത്താവ് വളരെ അസാധാരണമായിട്ടുള്ളതായൊരു കാര്യം അവകാശപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതെന്താണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് സൗമ്യതയും താഴ്മയും അവകാശപ്പെടുകയാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. അത് വളരെ അസാധാരണമായൊരു അവകാശവാദമാണ്. കർത്താവിന് മറ്റനവധി അവകാശവാദങ്ങളുടെ കൂട്ടത്തിൽ ഈ വലിയ സത്യവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പക്ഷെ ഇപ്പം ഞാനത് പരാമർശിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, സൗമ്യനായ കർത്താവ് സൗമ്യതയുടെ വലിയ അനുഗ്രഹം ശിഷ്യന്മാരോടും പുരുഷാരത്തോടും പങ്കിടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ്, സൗമ്യനായ കർത്താവ്, സൗമ്യതയുടെ ഭാഗ്യം നാം ചിന്തിക്കുന്ന ഈ വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യമാണ്. ആദ്യം എന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. എങ്കിലും ഞാൻ ആ സത്യം ഓർപ്പിക്കുകയാണ്. നമ്മൾ ദൈവവചനത്തിലുള്ള ഭാഗ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം അതിന് ഉതകുന്നതായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. വളരെ കോപിഷ്ഠനായ ഒരാൾ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യം പോലെ തോന്നുവാനിടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പ്രബോധിപ്പിച്ചതായ ഈ പ്രബോധനം എല്ലാ പ്രാഗൽഭ്യത്തോടും കൂടെ പറയാൻ സാധിക്കണം എന്ന് വരികിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ ഭാഗ്യത്തിലേക്ക് ആദ്യം പറയുന്ന നാം എത്തിച്ചേരാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് സൗമ്യത സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എൻ്റെ പ്രഥമമായ ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ പ്രസംഗം പറയാനുള്ള നിയോഗം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ടുന്നതായ ഒരു പ്രധാനപ്പെട്ട സന്ദേശമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പൊതുവെ ഒരു കാര്യം കൂടി ഈ വാക്യത്തിൽ നിന്ന് ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ വാക്കുകൾ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ആ 2 വാക്യങ്ങളിലായി ഒരു പ്രധാനപ്പെട്ട വിഭജനം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വിഭജനം നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളതായൊരു കാര്യമാണ്. പിന്നെ ഈ വാക്യത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതൊന്ന് പറയാതെ പോകുന്നത് ഒരു അപൂർണതയാകും എന്നുള്ളത് കൊണ്ട് അത് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 28-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ അടുക്കലേക്ക് ആളുകളെ വിളിക്കുകയാണ്. വിളിക്കുന്ന ആരെയാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പരസ്യബോധനക്ക് ദൈവവചനം പറയുമ്പോൾ ഈ വാക്യം ഉദ്ധരിക്കാറുണ്ട്, ആ വാക്കുകൾ വിശദീകരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ ഒത്തിരി അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. എൻ്റെ അടുക്കൽ വരുവിൻ. 28-ാമത്തെ വാക്യം എന്തൊരു ആശ്വാസപ്രദമായ സന്ദേശമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അടുത്ത വാക്ക് എന്താണ്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ ഞാനിന്ന് രാത്രിയിൽ അതൊരു ദൂതായിട്ട് പറയുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ ആര് ചെല്ലുമോ അവർക്ക് ആശ്വാസം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അവരുടെ ഭാരം ഏതുമാകട്ടെ, അവരുടെ പ്രശ്നം ഏതുമാകട്ടെ, എല്ലാ ഭാരങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും എന്നുള്ളതായ വലിയ സത്യം
നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഇനി ബൈബിൾ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് വരികിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളൊരു സന്ദേശമാണിത്. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും പരിഹരിച്ച് നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിൽ ഭാരം വെക്കാനും ആ നിലയിൽ ആശ്വാസം കൈക്കൊള്ളാനുമുള്ളതായ വലിയ അവകാശമുണ്ട്, പദവിയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ഈ വാക്യത്തിൽ പ്രധാനമായിട്ട് കർത്താവ് എന്തർത്ഥമാക്കി എന്നുള്ളത് ഞാനൊന്ന് ചുരുക്കമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഒത്തിരി വിശദീകരിക്കുന്നില്ല, ഒത്തിരി പരസ്യങ്ങളിലൊക്കെ നമ്മൾ വിശദീകരിക്കുന്നതായൊരു കാര്യമാണിത്. ഇവിടെ കർത്താവ് അധ്വാനത്തെയും ഭാരത്തെയും കുറിച്ച് പറയുമ്പോൾ തൊഴിൽപരമായ അധ്വാനമോ അതിലുള്ള ഭാരമോ ഒന്നുമല്ല സാധാരണ നിലയിൽ അർത്ഥമാക്കപ്പെടുന്നത്. ഇതങ്ങനെയൊക്കെ ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ പറഞ്ഞു പോയി എന്ന് വരാം, പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ കൃഷ്ണൻകുട്ടി സഹോദരൻ പരസ്യങ്ങളിലൊക്കെ സുവിശേഷം പറയുമ്പോൾ പ്രസംഗത്തിൽ ഈ വാക്കുകൾ ഒത്തിരി വിശദീകരിക്കുകയും തൊഴിലാളി സഹാക്കളെയൊക്കെ അങ്ങനെ പ്രസംഗം കേൾക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന വാക്കുകൾ ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വരാനിടയായിട്ട് തീർന്നു. അതിനൊരു പൊതു അർത്ഥം അങ്ങനെ തുടക്കത്തിലുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്നത് ആത്മീകമായ അധ്വാനവും ഭാരവുമാണ്. അത് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതങ്ങനെയാണെന്നുള്ളതിനൊരു തെളിവ് ഈ വാക്യത്തിൽ ഉണ്ട്. അത് എന്താണെന്ന് പറയാമോ? ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പോൾ ആത്മീകമായ ആശ്വാസത്തെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ലക്ഷ്യത്തിൽ മനുഷ്യർ ചെയ്യുന്ന അധ്വാനങ്ങളെക്കാൾ എത്രയോ കഠിനമായ അധ്വാനങ്ങളാണ് ആത്മീക തലത്തിൽ ആളുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിനു വേണ്ടി തങ്ങളുടെ ആത്മാവിൻ്റെ മരണാനന്തര മോക്ഷം ഉറപ്പാക്കേണ്ടതിനു വേണ്ടി എന്തെല്ലാം അധ്വാനങ്ങളിലാണ് മനുഷ്യർ ഇന്ന് ഏർപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്. ഞാനതിന് ഉദാഹരണങ്ങളോ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാനൊന്ന് എടുത്തു പറയാം എന്ന് കരുതുകയാണ്. ഒരാൾ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു, പുണ്യസ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായ ബന്ധപ്പാടുകളിലും പ്രാർത്ഥനകളിലും ഒക്കെ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ ആൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലം ആവുന്നിടത്തോളം ഈ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടാനിടയായിട്ട് തീരുകയാണ്. പിന്നെ വയ്യാതെ വരുമ്പോൾ അത് അവസാനിപ്പിക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഞാനിത് പകൽ ചിന്തിച്ചപ്പോൾ ഓർത്തൊരു കാര്യം, ഈ ആൾ അങ്ങനെ അവസാനിപ്പിച്ചാലും ഇദ്ദേഹം മരിച്ചു പോയാൽ പോലും അദ്ദേഹത്തിൻ്റെ ആത്മീകമായ ക്ഷേമത്തിനു വേണ്ടി, ആത്മാവിൻ്റെ മോക്ഷത്തിനു വേണ്ടി പിന്നെ അടുത്ത തലമുറ ആ അധ്വാനവും ബന്ധപ്പാടും ഏറ്റെടുക്കുകയാണ്. അതിങ്ങനെ യാതൊരു കണക്കുമില്ലാതെ തുടരുവാനിടയായിട്ട് തീരുക. ഇത്ര വർഷമൊന്നുമില്ല, എത്ര വർഷങ്ങളും അത് തുടരുന്നതായ വിശ്വാസങ്ങളാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ചില പ്രത്യേക ദിവസങ്ങളിലുമൊക്കെ വേറെ എല്ലാ ജോലിയും ബന്ധപ്പാടുമൊക്കെ മാറ്റിവെച്ച് ആളുകൾ കടന്നുപോയ
പിതൃക്കളുടെ ആത്മാവിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്നുള്ളത് നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ വളരെ ലളിതമായി കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ വലിയൊരു മഹത്വം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭൗതികമായിട്ട് മനുഷ്യൻ്റെ അധ്വാനത്തേക്കാൾ എത്രയോ അധികം അധ്വാനങ്ങളാണ് ആത്മികമായ ക്ഷേമത്തിനു വേണ്ടി, ദൈവപ്രസാദത്തിനു വേണ്ടി മനുഷ്യർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശരിയായ ദൈവവിശ്വാസത്തിനുള്ള വ്യതിചലനവും അതിൻ്റെ അപകടങ്ങളും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പുസ്തകങ്ങളിലും കാണാനിടയായിട്ട് തീരുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണത്തിലേക്കോ വിശദീകരണത്തിലേക്കോ ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ മക്കളെ ഒരു വിഗ്രഹ സേവയിൽ വിഗ്രഹത്തിന് അർപ്പിക്കുന്നതായ, അവരുടെ ജീവൻ ബലി കൊടുക്കുന്നതായ അന്ധവിശ്വാസികൾ വരെ ഇസ്രായേലിനെ സ്വാധീനിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ ആത്മീകമായ ആശ്വാസത്തിനു വേണ്ടി എത്രയോ അധികം ബന്ധപ്പെടുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിൻ്റെ മഹത്വം ഞാനിവിടെ ചുരുക്കം ചില വാക്കുകളിൽ ഓർപ്പിക്കട്ടെ. ഒരു പാപി യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, തൻ്റെ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടുമ്പോൾ, സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, ആ ലളിതമായ വിശ്വാസത്താൽ എത്രയോ ഉന്നതമായ നിത്യമായ ആശ്വാസത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നു എന്നുള്ളത് സുവിശേഷത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ വളരെ അഭിമാനത്തോടെ ആ കാര്യം ഓർപ്പിക്കുകയാണ്. ഒരാൾക്ക് കർത്താവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവിൻ്റെ ആഹ്വാനം കേട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മിക ആശ്വാസം എത്രയോ മഹത്തരമാണ്, എത്രയോ ഉന്നതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ മഹത്വവും കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് നൽകുന്ന ആശ്വാസത്തിൻ്റെ മഹത്വവും നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ ആത്മാവിൻ്റെ നിത്യതയെ സംബന്ധിക്കുന്നതായ വ്യക്തമായ ഉറപ്പിലേക്ക്, പ്രത്യാശയിലേക്ക് വരാൻ കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നു എന്ന് വരികിൽ, ആ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാനതിലൊരു സാക്ഷിയെ, നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സാക്ഷിയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് അവിടെ നിന്ന് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. മാനസാന്തരപ്പെട്ട ക്രൂശിലെ കള്ളൻ, അവനെന്ത് ദോഷിയായിട്ട് ജീവിച്ച ഒരാളാണ്, ക്രൂശ് മരണത്തിന് യോഗ്യനായി ജീവിച്ചയാളാണ്. പക്ഷേ അവൻ കർത്താവിൻ്റെ അടുക്കലാണ് കിടന്നത്. അവൻ കർത്താവിൽ ആശ്രയിച്ചു, അവൻ്റെ പാപത്തെ ഓർത്ത് അനുദപിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന് വലിയ അനുഗ്രഹത്തിലേക്ക് ഒരു നിമിഷം കൊണ്ട് പ്രവേശിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവനോട് കർത്താവ് വേറെ ഒത്തിരി കാര്യമൊന്നും പറഞ്ഞില്ല, ആകെ ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ. എന്താ പറഞ്ഞത്? നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവന് സാധിക്കേണ്ടുന്നതായ ആ വലിയ ആശ്വാസം കർത്താവ് അവന് നൽകി എന്നുള്ള വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. മറ്റേയാൾ അടുക്കല കിടന്നത്, പക്ഷേ ഈ സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട്, ഇത് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ ക്രൂശിക്കൽ നിന്നും നിത്യനരകത്തിലേക്ക് പോകുമ്പോൾ ഇവൻ അവിടെ നിന്ന് പറുദീസയിലേക്ക് പോകാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് സുവിശേഷം നൽകുന്ന ഏറ്റവും അനുഗ്രഹീതമായൊരു ആശ്വാസമാണ്. നമുക്ക് കൃപയാൽ സുവിശേഷം വിശ്വസിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ എത്രയോ വലിയ ഭാഗ്യമായിട്ട് ഇരിക്കുന്നു. കർത്താവിനെ കൈക്കൊള്ളാനിടയായി തീർന്നു എന്നുള്ളത് കൊണ്ട് ഈ നിത്യമായ ആശ്വാസത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്ക്,
സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം വിശ്വസിച്ചപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചതായ വിലയേറിയ പ്രത്യാശയും അതിൻ്റെ ആശ്വാസവും നാം ശരിക്കും അനുഭവിക്കുന്നവരായി, ആസ്വദിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ടൊക്കെ വരുമ്പോഴും നമ്മൾ ഈ ആശ്വാസം അനുഭവിച്ച് നന്ദി പറയാനായിട്ട് വരികയാണ്. ലോകത്തിൽ അനേകർ ആരാധിക്കാൻ പോകുന്നത് തന്നെ ഈ ആശ്വാസം കിട്ടണമെന്നുള്ളതായ ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തരായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സുവിശേഷം നമ്മെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം. നമ്മുടെ വിഷയത്തിൽ കൂടുതൽ പ്രസക്തമായിട്ടുള്ളത് 29-ാമത്തെ വാക്യത്തിലുള്ളതായ വാക്കുകളാണ്. അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അടുത്ത വാക്കും തൊട്ട് മുമ്പുള്ള വാക്യത്തിലെ വാക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. 29-ാമത്തെ വാക്യത്തിലെ വാഗ്ദത്തം എന്താണ്? എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. 28-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞതായ ആശ്വാസം കർത്താവ് നമുക്ക് നൽകുന്നതാണ്. പക്ഷെ 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആശ്വാസം കർത്താവാണ് തരുന്നതെങ്കിലും നാം അത് കണ്ടെത്താൻ ആവശ്യമുണ്ട് എന്നുള്ളതായ സുപ്രധാനമായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സൗമ്യതയെക്കുറിച്ച്, താഴ്മയെക്കുറിച്ചും കർത്താവ് അവകാശപ്പെട്ട ഈ കാര്യം വിശദീകരിക്കുമ്പോൾ അതിനാൽ ലഭിക്കുന്ന ആത്യന്തികമായ നന്മയെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ കർത്താവ് 2 സൽഗുണങ്ങളാണ് അവകാശപ്പെടുന്നുള്ളൂ. നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് പറയാവുന്നൊരു വാക്യം ഗിരിപ്രഭാഷണത്തിലുണ്ട്. ഏത് വാക്യമാണ്? 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം. സ്വർഗീയ പിതാവിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്വർഗീയ പിതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെ ആരെക്കുറിച്ചും പറയാം, കർത്താവിനെക്കുറിച്ചും പറയാം. അവിടുത്തെ പ്രയോഗം ഓർക്കണ്ടല്ലോ അല്ലേ? സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ കർത്താവ് സൽഗുണപൂർണനാണ്. എന്നാൽ ഈ വാക്യത്തിൽ കർത്താവിൻ്റെ 2 സൽഗുണങ്ങൾ വേറിട്ട് എടുത്തു പറഞ്ഞ് അവകാശപ്പെടുകയാണ്. അപ്പം നമ്മൾ അവിടുന്ന് ചിന്തിക്കാൻ പോകുന്ന ഈ കാര്യം, ഈ സൗമ്യതയും താഴ്മയും ആർജിച്ചെടുക്കാനായിട്ട് ഒരാൾക്ക് സാധിച്ചാൽ ആശ്വാസം ഓരോ ദിവസവും കണ്ടെത്തി ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് അത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയ വളരെ പ്രധാനപ്പെട്ട സത്യമാണ്. അപ്പോൾ ഞാനൊരു ചോദ്യവും ഉത്തരവുമായിട്ട് അത് പറയാം എന്ന് കരുതുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതപ്പോൾ ഉൾക്കൊള്ളാൻ കുറച്ച് എളുപ്പമുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ആരാണ് ആശ്വാസം കണ്ടെത്തുന്നത്? ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൊരു ഉത്തരം പറയാമോ? ആരാണ് ആശ്വാസം കണ്ടെത്തുന്നത്? അടുക്കൽ വരുന്നവൻ എന്നുള്ള ഉത്തരം ശരിയാണ്. അതിൽ എന്നെ പഠിക്കുന്നവനാണ് ആശ്വാസം കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ വാക്യത്തിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു സത്യമാണ്. പഠിക്കുന്നവരാരാണ്? വിദ്യാർത്ഥികളാണ്. നമ്മൾക്ക് പുതിയ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കിലൂടെ ഉത്തരം പറയാമോ? പഠിക്കുന്നവർ ശിഷ്യന്മാരാണ്. അപ്പോൾ
ഈ ശിഷ്യത്വത്തിൻ്റെ മഹത്വം എന്ന തലക്കെട്ടിൽ നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തീയ നിയോഗത്തിൽ ശിഷ്യത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സ്നാനത്തെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ ഒടുവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, സ്നാനപ്പെട്ട ആളുകൾ നല്ല ശിഷ്യന്മാരായി പഠിക്കുന്നവർ ആയിരിക്കണം. എന്നുവരെ പഠിക്കണം? മരണം വരെ പഠിക്കണം. മറ്റ് പഠനങ്ങൾക്കൊക്കെ പഠിക്കാനൊരു സമയമുണ്ട്. പക്ഷെ ഈ പഠനം അത് ജീവിതാന്ത്യം വരെ സൂക്ഷിക്കേണ്ടുന്നതായ പഠനമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ സത്യം എത്ര മനോഹരമായിട്ടാണ് ഈ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. ഞാൻ നുകമേറ്റുകൊണ്ടെന്നുള്ളത് പിന്നെ വിശദീകരിക്കും കേട്ടോ, അതുകൊണ്ട് ഇപ്പോഴത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, പഠിക്കുന്നവർക്ക് ആശ്വാസം കണ്ടെത്തി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ശിഷ്യത്വ നിയോഗത്തിലെ ആ വാക്യം നമ്മളൊന്ന് ഓർത്ത് മാത്രം പോവുകയാണ്. റെഫറൻസ് എഴുതിയിട്ടോടെ മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്കതിൻ്റെ വിശദീകരണം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എത്രയോ വട്ടം വായിക്കുകയും വിശദീകരണം ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ വാക്യം വായിക്കുന്നില്ല. ആ വാക്യം മാത്രം ഒന്ന് ഞാൻ പറയാം. അവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും, അടുത്ത വാക്യം എന്താണ്? ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ അവിടെ ഞാൻ ഈ വാക്യത്തോട് ചേർത്ത് ഓർപ്പിക്കട്ടെ, പഠിക്കുന്നവർക്ക് നല്ല ശിഷ്യന്മാരായി ജീവിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതിൻ്റെ വേറെ ഭാഗ്യമൊന്നും ഞാൻ പറയണില്ല, ഈ വാക്യത്തിലുള്ള ഭാഗ്യം മാത്രം മതി എന്നാണ് എൻ്റെ വിചാരം. നല്ല ശിഷ്യന്മാരായി ജീവിക്കുന്നവർക്ക് അനുദിന ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്തി ജീവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതെന്തൊരു വലിയ ഭാഗ്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ശിഷ്യന്മാരായി നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ പഠിച്ച് അതനുസരിച്ച് നല്ല ശിഷ്യന്മാരായി ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ നല്ല ശിഷ്യന്മാരായി നമ്മൾ ഓരോ ദിവസവും ആശ്വാസം കണ്ടെത്തി ജീവിക്കാനിടയായിട്ട് തീരുമ്പോൾ നമ്മളങ്ങനെ ആശ്വാസം കണ്ടെത്തി ജീവിക്കണമെന്ന് മാത്രമല്ല, ഈ വലിയ സത്യം മറ്റുള്ളവരെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്താനുള്ളതായ വലിയ ഉത്തരവാദിത്വവും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, മനഃപൂർവ്വം പോകുന്നില്ല. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. എങ്കിലും ഞാൻ ആ വാക്യം പറയുമ്പോഴൊക്കെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. അതൊന്ന് ഒരു വാചകത്തിലൊന്ന് പറഞ്ഞ് പോവുകയാണ്. ആരെയൊക്കെ പഠിപ്പിക്കാനാണ് കർത്താവ്, എവിടെയൊക്കെ പോയി പഠിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? സകല സൃഷ്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാനുള്ള നിയോഗമുണ്ട്. ഞാൻ ഒത്തിരി ആവർത്തിച്ച് പറയുന്നത് പോലെ, ആവർത്തന പുസ്തകമായി പഠിക്കായതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നതിനൊരു ജാള്യതയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഈ വലിയ നിയോഗം നമുക്കുണ്ടെങ്കിലും നമുക്ക് സകല ജാതികളെയും ശിഷ്യരാക്കാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്നിടത്തോളം സാധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം ഞാൻ കുറച്ച് പറയുകയില്ല. നമുക്ക് ദൈവം വളർത്താൻ തന്നിട്ടുള്ള മക്കളെയെങ്കിലും പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തി ഈ കൃപയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ പഠിപ്പിക്കുകയും ശിഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് പ്രധാനമായിട്ടും സഹോദരന്മാർക്കുള്ള ജോലിയാണ് എന്ന് പൊതുവെ വിചാരിക്കാം. പക്ഷെ മക്കളെ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുന്നതിൽ അമ്മമാർക്കുള്ള പങ്ക് എത്രയോ പ്രധാനപ്പെട്ടതാണെന്നുള്ളത്
ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആശ്വാസം കണ്ടെത്തി ജീവിക്കുവാൻ കഴിയുന്നതോടൊപ്പം നമ്മുടെ മക്കളിലേക്കെങ്കിലും ആ ആശ്വാസം കൈമാറാൻ കഴിയുമാറ് ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ അതുകൊണ്ട് പഠിക്കുക എന്നുള്ളതും ശിഷ്യത്വത്തിലേക്ക് വരിക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് ദൈവസഭയിൽ പല കാര്യങ്ങൾ പ്രധാനപ്പെട്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്നുള്ളത്. നമ്മുടെ യെരൂശലേമിലെ സഭയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 4 കാര്യങ്ങൾ സാധാരണ പറയൂലോ. അതിൽ ആദ്യത്തെ കാര്യം എന്താണ്? പ്രവൃത്തി 2:42 ആദ്യത്തെ കാര്യം എന്താണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യവും നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകളിലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന ശിഷ്യന്മാരായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. പിന്നെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ളൊരു കണ്ണി ഞാൻ ആദ്യം പറഞ്ഞതാണെങ്കിലും ചേർത്ത് പറയുകയാണ്. എസ്രയാണല്ലോ നമുക്ക് നല്ല മാതൃകാ പുരുഷൻ. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കാനും അതനുസരിച്ച് നടക്കാനും ഇസ്രയേലിൽ അത് ഉപദേശിക്കുവാനും എസ്ര മനസ്സ് വെച്ചിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ക്രമം ഉൾക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ആരെയാണ് പഠിക്കുന്നത്? ആരെയാണ് പഠിക്കുന്നത്? നമ്മുടെ മലയാളത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയൊരു ചോദ്യം പ്രസക്തമാണ് എന്ന് നമുക്ക് തോന്നാം. ആ വാചക ഘടനയിൽ അങ്ങനെയൊരു ചോദ്യം വരാനുള്ളതായ സാധ്യതയുണ്ട്. എന്നാൽ ഇംഗ്ലീഷിലെ ചില പരിഭാഷകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു മനോഹരമായ പ്രയോഗം നമ്മൾ വായിക്കുന്നുണ്ട്. ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഓഫ് മീ. അത് വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. അപ്പോൾ നമ്മുടെ കർത്താവിടെ പറയുന്നത്, നിങ്ങൾ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നെ പഠിക്കണം. ഇവിടെ മലയാളത്തിലുള്ള അർത്ഥവും വളരെ പ്രസക്തമാണ്. അത് ഞാൻ പിന്നെ പറയും. എന്നാൽ ഈ വാക്യത്തിൻ്റെ സൂക്ഷ്മമായ ഘടന പരിശോധിക്കുമ്പോൾ എന്നെ പഠിക്കുക എന്നുള്ള ആ പ്രയോഗമാണ് കൂടുതൽ പ്രസക്തമായിട്ട് ഉള്ളത്. എന്താ അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലായി കാണുമല്ലോ. കർത്താവിൻ്റെ 2 സൽഗുണങ്ങൾ അവകാശപ്പെടുന്നു എന്നുള്ളത് ഈ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമുക്ക് നമ്മുടെ ഗുരുനാഥനെ പഠിക്കാനായിട്ട് സാധിക്കണം. ഗുരുനാഥൻ്റെ സൗമ്യതയും താഴ്മയും പഠിച്ചെടുക്കുന്ന ശിഷ്യന്മാർക്ക് ഏത് പ്രതിസന്ധിയുടെയും അസ്വസ്ഥതയുടെയും നടുവിലും ആശ്വാസം കണ്ടെത്തി ജീവിക്കാനായിട്ട് സാധിക്കും. അതാണ് ദൈവാത്മാവ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്കെല്ലാം വളരെ പരിചയമുള്ളൊരു വാക്യത്തിലൂടെ ഞാനതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കുകയാണ്. നിങ്ങൾക്കതെല്ലാവർക്കും മനസ്സിലാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അത് ഓർപ്പിക്കുക. നമ്മുടെ കർത്താവിൻ്റെ സൗമ്യതയുടെ വലിപ്പവും മഹത്വവും ദൈവവചനത്തിൽ വളരെ മനോഹരമായിട്ട് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഭൂതലത്തിലുള്ള സകല മനുഷ്യനും അതിസൗമ്യനായ ഒരാളെ നമുക്കറിയാം. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചായിരുന്നു. ആരാണത്? മോശ. എന്നാൽ നമ്മുടെ കർത്താവ് ഞാൻ സൗമ്യതയുള്ളവനാണെന്ന് പറയുമ്പോൾ ആ സൗമ്യത വെളിപ്പെട്ടിട്ടുള്ള ഒരു സന്ദർഭം ഞാൻ എടുത്തു പറയുക. ഇതുപോലെ വേറെ ധാരാളം സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒരു സന്ദർഭം മാത്രം ഞാൻ എടുത്തു പറയാം എന്ന് ആഗ്രഹിക്കുക. അപ്പോസ്തലനായ പത്രോസാണ് ആ വലിയ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. വാക്യങ്ങൾ പരിചയമുള്ളതാണെങ്കിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കണം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 20 മുതൽ
3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത വെളിപ്പെട്ടതായ മനോഹരമായ വഴി പത്രോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പത്രോസിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു എന്നുള്ളത് നമുക്ക് മുഴുവനും അറിയാൻ പാടില്ല. അദ്ദേഹം ദൂരവേ അനുഗമിച്ച ആളാണ്. ദൂരെ നിന്ന് ചിലപ്പോൾ ഈ കാര്യം നിരീക്ഷിച്ച് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇവിടെ എഴുതാനായിട്ടത് നേരിൽ കണ്ടുകൊള്ളുന്ന നിർബന്ധമില്ല. ദൈവനിശ്വസ്തമായ തിരുവെഴുത്താണിതെന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലനിലൂടെ ആ കാര്യം നമുക്ക് എഴുതി തന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. വായിച്ച ആ വാക്യം 20 മുതലുള്ള വാക്യങ്ങൾ. അടികൊള്ളുന്ന സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തു. ഈ വാക്യങ്ങൾ നമുക്ക് നല്ല പരിചയമുണ്ട്. എങ്കിലും പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ ഈ വാക്യം ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ച് ഉണർത്തുകയാണ്. ഇതിൽ 20-ാമത്തെ വാക്യം, ഞാനിത് ഈ വാക്യങ്ങൾ ഒത്തിരി റെഫർ ചെയ്യാറുണ്ട്. പക്ഷേ സാധാരണ 20-ാമത്തെ വാക്യം ഞാൻ അങ്ങനെ ഒത്തിരി പറയാറില്ല. ഇന്ന് 20-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഞാൻ ഉൾക്കൊണ്ട ഒരു സത്യം ഈ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സത്യത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അടുത്ത വാചകം ശ്രദ്ധിക്കണേ. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അപ്പോൾ നമ്മളൊരാൾക്ക് നന്മ ചെയ്തു, പക്ഷേ നാം ആ നന്മ അനുഭവിച്ച ആളിൽ നിന്ന് കഷ്ടം സഹിക്കേണ്ടി വരികയാണ്. അതെന്തു വിഷമമായിരിക്കും നമുക്കത്. കാരണം മാനുഷികമായ നിലയിൽ അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുവാൻ, വിഷമിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രമാണം പത്രോസ് പ്രബോധിപ്പിക്കുകയാണ്. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ, ഈ വാചകം വിശ്വസിച്ചാൽ ഒത്തിരി നന്മ ചെയ്തു, ആ നന്മ അനുഭവിച്ച ആളിൽ നിന്ന് ദോഷമായിട്ടുള്ളതായ കാര്യങ്ങൾ, വേദനപ്പെടുത്തുന്നതായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഈ വചനം വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ ആശ്വാസം കണ്ടെത്തും. കാരണം ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നന്മ അനുഭവിച്ച ആളുകൾ കഷ്ടത്തിന് കാരണക്കാരായിട്ട് തീരുമ്പോൾ ഇവിടെ പത്രോസ് പ്രബോധിപ്പിക്കുന്നത് എന്താണ്? അങ്ങനെ സഹിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് ദൈവത്തിന് പ്രസാദമാണ്. ഞാനിന്ന് ഈ വാചകത്തിൻ്റെ മുമ്പിൽ ഒത്തിരി ദൈവത്തെ സ്തുതിക്കാനും സന്തോഷിക്കാനും ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ നാളിൽ നമ്മൾ അനുഭവിച്ചുള്ള ആശ്വാസക്കുറവ് അധികവും നമ്മളിൽ നിന്ന് നന്മ അനുഭവിച്ച ആളുകൾ തെറ്റായി പ്രതികരിച്ചപ്പോൾ, അവർ നമ്മോട് കയ്പായി സംസാരിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ, അവർ നമുക്ക് കഷ്ടത്തിന് കാരണക്കാരായി തീർന്നപ്പോൾ നമ്മുടെ എല്ലാ ആശ്വാസവും പോയി, നമ്മുടെ സമാധാനമൊക്കെ പോയി. പക്ഷേ ഈ വചനം വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ നന്മ അനുഭവിച്ച ആളുകളിൽ നിന്ന് കഷ്ടം ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ ദൈവം, ഞാനത് സൗമ്യതയോടെ ഉൾക്കൊണ്ടാൽ എൻ്റെ ദൈവം എന്നിൽ പ്രസാദിക്കും എന്നുള്ളതായ കാര്യം തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി
ഇദ്ദേഹത്തിൽ നിന്നുള്ള കഷ്ടങ്ങൾ കൂടിയാലും കുഴപ്പമില്ല കർത്താവേ, അത്രയും ദൈവപ്രസാദം എൻ്റെ ജീവിതത്തിൽ വർദ്ധിക്കുമല്ലോ എന്നുള്ളതായ ആ വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഞാനിതുപോലൊരു നിധി കണ്ടെത്തിയ സന്തോഷത്തിലാണ് ഈ സത്യം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാനിത് രാത്രി ഓർപ്പിക്കട്ടെ, ഈ കാര്യം പഠിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നമുക്ക് ആശ്വാസം കണ്ടെത്തി ജീവിക്കാനായിട്ട് സാധിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ ഒരു നല്ല മാതൃക, നമ്മുടെ ഗുരുവിൻ്റെ കാര്യം വിശദീകരിക്കുകയാണ്. പത്രോസിൻ്റെയും ഗുരുനാഥനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെയും ഗുരുനാഥനാണ്. എന്നിട്ട് ഇനിയുള്ള വാക്കുകൾ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് വിശദീകരിക്കാൻ പ്രയാസമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ, അതിനായിട്ടല്ലോ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ഏതിനായിട്ട്? ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ നന്മ അനുഭവിച്ചവരിൽ നിന്ന് കഷ്ടത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ദൈവപ്രസാദം ലഭിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ചയോടെ ആശ്വാസം കണ്ടെത്തി വ്യത്യസ്തരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ സുവിശേഷത്താൽ വിളിച്ച് ഈ കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതെത്രയോ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. ഇനി നമുക്ക് പരിചയമുള്ള വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മനോഹരമായിട്ടുള്ള മാതൃക എടുത്തു പറയുക. അത് ഞാനങ്ങ് പറഞ്ഞു പോയാൽ മതി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ അവൻ്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ഇനി അവിടെ വന്നിട്ട് കർത്താവിൻ്റെ 5 കാൽച്ചുവടുകൾ പറയുകയാണ്. അത് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ, നമ്മൾ എന്തോരം ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാപം ചെയ്യാത്ത കാൽച്ചുവട്, പിന്നെ വായിൽ വഞ്ചനയില്ലാത്ത കാൽച്ചുവട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ 2 വാക്കുകൾ ചേർത്താൽ നമ്മുടെ കർത്താവിൽ നന്മ മാത്രമേ ഉള്ളൂ, നന്മ മാത്രമേ ഉള്ളൂ. ടി.കെ. സമ്മൽ സാറ് പാടിയിട്ടുള്ളതുപോലെ നമ്മുടെ കർത്താവ് പരിപാവനനായിട്ട് ജീവിച്ച ആളാണ്, പരിപാവനനായിട്ട് ജീവിച്ച ആളാണ്. അപ്പോൾ നമുക്ക് അത്രയും പരിപാവനതയോടെ ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ കുറവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവിൽ ഒരു പാപവുമില്ലാത്ത നിലയിൽ പരിപാവനനായിട്ട് ജീവിച്ചയാളാണ്. പക്ഷേ നമ്മുടെ കർത്താവിനോട് പെരുമാറിയ കാര്യം നമ്മൾ വായിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അനുഭവിച്ച തെറ്റായ കാര്യങ്ങൾ, തെറ്റായ പ്രതികരണം എടുത്തു പറയുക. അതൊന്നും ഞാൻ വിശദീകരിക്കണ്ടല്ലോ. തന്നെ ശകാരിച്ചു. അപ്പോൾ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ശകാരിക്കപ്പെടുകയില്ല എന്നൊന്നും ഉറപ്പിക്കണ്ട. കാരണം ശകാരിക്കാൻ ആളുകൾ ഉണ്ടാകും. അത് കേവലം സ്വാഭാവികമായിട്ടുള്ളതായ കാര്യമാണ്. നമ്മുടെ കർത്താവ് പരിപാവനായിട്ട് ജീവിച്ചിട്ട് നമ്മുടെ കർത്താവിനെ ശകാരിക്കാനിടയായി തീർന്നെങ്കിൽ നമ്മെ ശകാരിക്കുക എന്നുള്ളത് കേവലം സ്വാഭാവികമായിട്ടുള്ളതായ കാര്യമാണ്. പിന്നെ കഷ്ടമനുഭവിച്ചു. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത പറയുകയാണ്. ശകാരിച്ചിട്ട് എന്ത് ചെയ്തില്ല? പകരം ശകാരിച്ചില്ല. അതാണ് നമുക്ക് പിൻപറ്റാനുള്ളതായ മാതൃക. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചിട്ടില്ല. കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. ഞാൻ ഉയർത്തെഴുന്നേൽക്കും വരുമ്പോൾ നോക്കിക്കൊള്ളാം എന്നൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പക്ഷെ കർത്താവ് അങ്ങനെ ഒരു ഭീഷണം പോലും പറഞ്ഞില്ല. പിന്നെ നമുക്ക് 5ാമത്തെ കാഴ്ചയോടെ എന്താണ്? ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു.
ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത ഒരാൾ പഠിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ പാഠം ഒരാൾ ഉൾക്കൊള്ളാൻ ഇടയായിട്ട് തീർന്നാൽ, ഏറെ വേദനപ്പെടേണ്ട സമയത്ത്, ഏറെ നിരാശ തോന്നാവുന്ന സന്ദർഭത്തിൽ, ഒത്തിരി പിറുപിറുക്കാൻ പിശാച് പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ അതൊന്നും നമ്മെ ബാധിക്കാതെ നമുക്ക് ആശ്വാസം കണ്ടെത്തി ജീവിക്കാനായിട്ട് സാധിക്കും. ഇതിലൊക്കെ ജയാളികളായ ആളുകളുണ്ടോ? ഉണ്ടോ? ധാരാളമുണ്ട്. ഞാനൊരു സാക്ഷിയെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അത് നല്ല പരിചയമുള്ള വാക്യമാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. തൽക്കാലം നമ്മൾ 12-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് സൂക്ഷ്മതയോടെ പരിശോധിച്ച് വരണം. എന്നുപോലെ ദൈവം എന്നോട് സംസാരിച്ച ഒരു ദൂത് കൂടി അവിടെയുണ്ട്. പക്ഷേ അത് ദൂത് ഇപ്പോൾ ഇത് വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. 12-ാം വാക്യം ഒന്ന് വായിച്ച് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സ്മരിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞാൻ ഈ വാക്യം ഇന്ന് പകൽ വായിച്ചപ്പോൾ ഓർത്തു, ഇത് കർത്താവിൻ്റെ മാതൃകയേക്കാൾ ഒരു പടി കൂടി മുമ്പിലേക്ക് കടന്നതുപോലെ തോന്നാനിടയായിട്ട് തീർന്നു. അങ്ങനെ പറയാവുന്ന എനിക്കറിയാൻ പാടില്ല, എങ്കിലും ഞാൻ ഭയത്തോടെ അത് പറയുകയാണ്. കർത്താവ് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. പക്ഷെ ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? ശകാരം കേട്ടിട്ട് എന്ത് ചെയ്യാണ്? ആശീർവദിക്കുകയാണ്. ആരെ ആശീർവദിക്കുന്നത്? ശകാരിച്ച ആളുകളെ ആശീർവദിക്കുക. എന്തൊരു വലിയ വ്യത്യാസമാണിത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത പഠിച്ചാൽ ശകാരിക്കുന്ന ആളുകളെ തിരിച്ച് ആശീർവദിക്കും. ദൂഷണം പറയുന്ന ആളുകളെ എന്ത് ചെയ്യും? അവരോട് തിരിച്ച് നല്ല വാക്ക് പറയും. ഈ ഗുരുനാഥനെ പഠിച്ചാൽ എന്തോ ഒരു വലിയ പരിവർത്തനത്തിലേക്ക് ഒരാൾ വരും. ഇതൊക്കെ ശകാരം തിരിച്ച് ശകാരിക്കാനും ദൂഷണം പറയാനൊന്നും അറിയാൻ പാടില്ലാത്ത ആളല്ല. 1 തിമോഥെയോസ് 1:13 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അദ്ദേഹം തന്നെ പറയാം, ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. എന്തു രൂപാന്തരം! അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, തൻ്റെ ജന്മനായുള്ള പ്രകൃതം അതാണ്, നമ്മുടെ ജന്മനായുള്ള പ്രകൃതം അതാണ്. പക്ഷേ നമ്മിൽ വലിയ രൂപാന്തരം ഉണ്ടായതുകൊണ്ട്, നമ്മൾ ആശ്വാസം കർത്താവിൽ നിന്ന് പ്രാപിച്ചയാളായതുകൊണ്ട്, നമ്മുടെ ഗുരുനാഥനെ പഠിച്ച് ഗുരുനാഥൻ്റെ സൗമ്യത ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നമുക്ക് ഇതുപോലെ ജയാളികളായിട്ട് ജീവിക്കാം. ആശ്വാസം കണ്ടെത്തുന്നു മാത്രമല്ല, നമ്മൾ വായിക്കുന്ന പോലെ ദൈവപ്രസാദം നമ്മിൽ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് നമ്മൾ നിറയുവാൻ ഇടയായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥൻ്റെ സൗമ്യത പഠിക്കുന്നത് എത്രയോ മനോഹരമാണ്, എത്രയോ മനോഹരമാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ബാക്കി വാക്കുകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഗുരുനാഥൻ്റെ ഈ പ്രസംഗകൻ്റെ സൗമ്യത പഠിച്ച് പ്രായോഗികമാക്കി ഓരോ ദിവസവും ജയാളികളായിട്ട് ജീവിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നുവരേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.